السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال نبينا محمد صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫضل കൊണ്ട് കൃപ കൊണ്ട് റമളാനിൽ ജീവിച്ചിരിക്കാൻ നമ്മെ അനുഗ്രഹിച്ചതുപോലെ പരിശുദ്ധമായ റമളാൻ പൂർണ്ണമാകുന്നത് വരെയും നോമ്പ് തറാവീഹ് ഉൾപ്പെടെയുള്ള ആരാധനകളിൽ കഴിയാൻ ആഫിയത്തും സിഹത്തും ആയുസ്സും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒന്നുപോയ തെറ്റുകുറ്റങ്ങൾ പരിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാഫ് ചെയ്തു തരുമാറാവട്ടെ. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൻ്റെ ഉള്ളിലെത്താൻ അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമുക്ക് സേവനം ചെയ്യുന്നവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന സഹോദരന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരും അല്ലാഹു എല്ലാവർക്കും സമ്പൂർണ്ണമായ ശമനം നസീബാക്കുമാറാവട്ടെ. ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റുതര പ്രയാസങ്ങൾ കഴിയുന്നവർക്ക് അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാൻ അല്ലാഹു നാം ഏവരെയും തിരഞ്ഞെടുക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പള്ളികളെല്ലാം സത്യവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ഇന്നലെ ദിവസം പരിശുദ്ധ ഹറമിൽ നിന്ന് വന്ന ഒരു ഫോണിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അവസാനത്തെ 10 ഇഅ്തികാഫ് നടത്താൻ ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം സൗദി പാസ്സാക്കിയിരിക്കുന്നു എന്നാണ്. ഏറ്റവും പ്രധാനമായ അതിൻ്റെ കാരണം ഹറമിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളെ സ്വീകരിക്കാൻ ഏറ്റവും ആധുനിക സംവിധാനം ഒരുക്കിയിട്ട് കൂടി ഹറമുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ്. ഈ വർഷം ഇഅ്തികാഫിന് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് അടുത്ത റമളാനിൽ ഇൻഷാ അല്ലാഹ് ഇഅ്തികാഫ് ഇരിക്കാം എന്നാണ് സൗദി ഭരണകൂടത്തിൻ്റെ പുതിയ ഓർഡർ. ആ നിലയിൽ പരിശുദ്ധ ഹറമുകളും പള്ളികളുമെല്ലാം സത്യവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് അവിടെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കലാമിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്ന ഒരു യാഥാർത്ഥ്യം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തഖ്വയുണ്ടാകാൻ വേണ്ടി ആണെന്നാണ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകാൻ, നിങ്ങൾ ദോഷങ്ങളെ മാറ്റി നിർത്തുന്നവരാകാൻ എന്നാണ് ഖുർആൻ ആയത്തിന്റെ സാരം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെന്ന ഈ കർമ്മത്തിലൂടെ അവന് പ്രിയപ്പെട്ട അവന്റെ വിശ്വാസികളായ ദാസന്മാരെ വിശപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല.
ദാഹിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അല്ലാഹു ആഗ്രഹിക്കുന്നത് നമ്മളെ ഒന്ന് ശുദ്ധിയാക്കണമെന്നാണ്. തഖ്വ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ ഒരു പേരാണ്. എന്താണ് ഇത്ര ഊന്നൽ നൽകി വിശുദ്ധ ഖുർആൻ തഖ്വയെ സൂചിപ്പിച്ചത്? ഖുർആന്റെ ആയാത്തുകളുടെ നാമൊന്ന് കടന്നു ചെന്നാൽ, ഖുർആന്റെ വിശദീകരണങ്ങളുടെ നാമൊന്ന് കടന്നു ചെന്നാൽ, ഒരു സത്യവിശ്വാസിക്ക് ഈ ലോകത്തും പരലോകത്തും കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും മുഴുവൻ വിജയങ്ങളുടെയും അടിത്തറ തഖ്വയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ ഭൗതികമായ ലോകത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരായത്തിൽ പറയുന്നുണ്ട്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു ബറക്കാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറക്കി തരുന്നതിന് നിങ്ങൾ നേടിയെടുക്കേണ്ട ഗുണം തഖ്വയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയം എന്താണ് തഖ്വയെ ഇത്ര കൂടുതൽ അല്ലാഹു ഊന്നി പറഞ്ഞത്? ഈ തഖ്വ എന്ന മഹത്തായ ഗുണത്തിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തത്, പരലോകത്തും അനുഗ്രഹങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്തത്. ഏതെങ്കിലും ഗ്രാമക്കാർ, ഒരു നാട്ടുകാർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്താൽ നാം അവരുടെ മേൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ. അപ്പൊ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിന്റെ, ബറക്കാത്തിന്റെ, ഐശ്വര്യത്തിന്റെ, വികസനത്തിന്റെ, ജീവിത സൗകര്യങ്ങളുടെ എല്ലാം വാതിൽ തുറക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് ദാസൻ മുത്തഖിയാകണമെന്നാണ്. ഇന്ന് ലോക ഉമ്മത്ത് വെല്ലുവിളികളുടെ മധ്യത്തിലാണ് കടന്നു പോകുന്നത്. ഇന്ത്യ രാജ്യത്തുൾപ്പെടെ, ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളം പ്രശ്നങ്ങളിലേക്കാണ് ഉമ്മത്ത് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദിനേന വരുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ഒന്ന് പരിശോധിച്ചാൽ ഇന്നില്ലാത്ത പ്രശ്നത്തിലാണ് അടുത്ത ദിവസം ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ദിവസം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഉമ്മത്ത് വലിച്ചെറിയപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ സംബന്ധിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഖുർആൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിച്ചാൽ, ലാ യദുറുക്കും കൈദുഹും ശൈആ, ശത്രുക്കൾ നിങ്ങൾക്കെതിരിൽ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ചതികളും തന്ത്രങ്ങളും ഒന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. ഇപ്പൊ ഭൗതിക ലോകത്ത് പടച്ചു തമ്പുരാൻ ഉമ്മത്തിന് നേരെ ഉണ്ടാകുന്ന ശത്രുക്കളുടെ കരങ്ങളെ തടുക്കാൻ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് തഖ്വയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോമ്പ് തഖ്വയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന്. നോമ്പിലൂടെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി ഗുണം ചെയ്തെടുക്കപ്പെടുകയും അവൻ മുത്തഖിയായി മാറുകയും ചെയ്താൽ ആകാശഭാഗത്തുനിന്ന് ബറക്കാത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ശത്രുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുതന്ത്രങ്ങൾക്ക് അതൊരു പരിഹാരമാണ്. ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. ഇൻ തത്തഖൂ, നിങ്ങൾ ക്ഷമിച്ചാലെന്ന് ഖുർആൻ, നിങ്ങൾ തഖ്വ ചെയ്താലെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ തഖ്വയും ക്ഷമയും മുറുകെ പിടിക്കുന്നവർക്ക് പടച്ചതമ്പുരാന്റെ ഭാഗത്തുനിന്ന് വാഗ്ദാനങ്ങൾ നൽകപ്പെടുന്നത് പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്ത് കൂടിയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലോ സമാധാനമായി ജീവിക്കണമെന്ന്. ഇത് ഓരോ മുസ്ലിമിന്റെ ഉള്ളിലൊരു വ്യഥയുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ വിവരമുള്ള മുസ്ലിമിന് ഒരു ഭയമുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ, നാളെ എന്താകും, നാളെ കഴിഞ്ഞ് എന്താകുമെന്ന്. ശത്രുക്കൾ അവരുടെ ഒരു വലിയ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി 100-ാം വർഷത്തിന്റെ വാർഷികം കാത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിംകളെ ഒന്ന് കൈകാര്യം ചെയ്ത് കളയാം. അതിന്റെ പലതരത്തിലുള്ള ചടുലമായ തന്ത്രപരമായ നീക്കങ്ങൾ എല്ലാ ദിനവും നാം ഇങ്ങനെ പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പാർട്ടിയോ ഗ്രൂപ്പോ ഒന്നും അല്ല എന്ന് തിരിച്ചറിയേണ്ട കാര്യം അതിക്രമിച്ചിരിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് എവിടെയെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാൽ, അവരുടെ സമരത്തിന് കൂടിയാൽ, അവരൊന്ന് ഒന്നായി നിന്നാൽ, അവർ ഐക്യപ്പെടുന്നു കണ്ടാൽ ശത്രുക്കളുടെ തലവേദനയാണ്. അവർ ഉടൻ തന്നെ ഗൂഢാലോചനയാണ്. എങ്ങനെ ഓരോ ഒതുക്കാൻ പറ്റും? അവരുടെ പേരോ കൊടിയോ നിറമോ കളറോ ഒന്നുമല്ല, അതൊരു വിശ്വാസി സമൂഹത്തിന്റെ കൂട്ടമാണ്. അവരെങ്ങനെ വിട്ടാൽ നമുക്ക് ഭാവിയിൽ തലവേദനയാണെന്ന് മനസ്സിലാക്കിയ ശത്രു സംഘം ഉടൻ പുതിയ തന്ത്രങ്ങളുമായി വരികയാണ്. നമ്മളിൽ ചിലരെ കൂടി അവർ പറ്റിക്കുന്നുണ്ട്. ആ ഇന്ന ഗ്രൂപ്പിനെ തടുക്കുന്നത്, ഇന്ന ഗ്രൂപ്പിനെ പ്രതിരോധിക്കുന്നത്, ഇന്ന ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന കാരണത്തിന്റെ പേരിലാണെന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങളും പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. പാവങ്ങൾ കുറെ പേർ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അല്ല സഹോദരങ്ങളെ. വർഷങ്ങളായി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഗൂഢമായ തന്ത്രങ്ങളുടെ പടിപടിയായുള്ള വരവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്രയോ തവണ നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് മനസ്സിലാകുവോളം പറയും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട അടിയന്തര സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ പോയാൽ അപകടമാണ്. ആരുടെ നേരെ
നിയമത്തിന്റെ കൈ നീണ്ടു വരുമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത സാഹചര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത്തരം കുതന്ത്രങ്ങളൊന്നും നിങ്ങൾ കേൾക്കാതിരിക്കാൻ നിങ്ങൾ മുത്തഖിയാകുകയാണ് വേണ്ടത്, നിങ്ങൾ തഖ്വയുള്ളവരാകുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു സുപ്രധാനമായ ഓഫർ ഉണ്ട് ഖുർആനിൽ. എന്താണ്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. അല്ലാഹു പറയുന്നുണ്ട്, ആരെങ്കിലും പടച്ചവനെ തഖ്വ ചെയ്താൽ, അവന്റെ കൽപ്പന അനുസരിച്ചാൽ, അവൻ നിരോധിച്ചത് മാറ്റിവെച്ച് ജീവിക്കാൻ തയ്യാറായാൽ, ചെറിയ ത്യാഗത്തിന് മുതിർന്നാൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൗതികമായ താൽക്കാലികമായ പ്രയാസം ഒരാൾ സഹിക്കാൻ മനസ്സ് കാണിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇത്, എന്റെ സ്വാർത്ഥതയേക്കാൾ വലുത് ഇതാണെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ അത്രയും മതി, കൂടുതലൊന്നും വേണ്ട. കച്ചവട രംഗത്ത് ഇറങ്ങുന്ന ഒരു കച്ചവടക്കാരൻ ചതിയിലൂടെ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് ചതിയിലേക്ക് ഇറങ്ങുമ്പോ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിശ്വാസി പറയണം, ഇത് ചതിയാണ്, ഇത് അള്ളാഹു നിരോധിച്ചതാണ്, ഈ ലാഭം എനിക്ക് വേണ്ട. അതിന്റെ പേരാണ് തഖ്വ. തഖ്വ കൂടുതൽ കാര്യത്തിന്റെ പേരല്ല സഹോദരങ്ങളെ. കളവിനെതിരിൽ, ചതിവിനെതിരിൽ, വഞ്ചനക്കെതിരിൽ, മോഷണത്തിനെതിരിൽ, മോശങ്ങൾക്കെതിരിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ കത്തലിന്റെ പേരാണ് തഖ്വ, ആ ചിന്തയുടെ പേരാണ് തഖ്വ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു കൽപ്പിച്ചു, അത് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് തഖ്വ ഹാവുന. തഖ്വ നമസ്കാരത്തിലല്ല തപ്പേണ്ടത്, ഹൃദയത്തിലാണ് തപ്പേണ്ടത്. തഖ്വ കർമ്മങ്ങളിലല്ല, മറിച്ച് തഖ്വ ഹൃദയത്തിലാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസം, അവന്റെ ചിന്താഗതി, അവന്റെ രീതി, അവന്റെ ജീവിതത്തിന്റെ നിലപാടുകൾ, അവന്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കാൾ ഉപരി അവന്റെ ചിന്ത സത്യസന്ധമായിരിക്കണം, നേരെയുള്ളതായിരിക്കണം. വളഞ്ഞ മാർഗങ്ങളിൽ നമുക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നതാണ് തഖ്വയുടെ ഏറ്റവും വലിയ അടയാളമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ തഖ്വയുണ്ടാക്കാൻ പറഞ്ഞത് വെറുതെയല്ല സഹോദരങ്ങളെ, ഒരു വലിയൊരു ഗുണമായതുകൊണ്ടാണ്. ഞാനിത് വീണ്ടും പറഞ്ഞു പോയാൽ സമയമില്ലാത്ത നമ്മുടെ കിടക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തായി, അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ശത്രുക്കൾക്കെതിരെ നിങ്ങൾ സംഭരിച്ചു വെക്കുന്ന ആയുധങ്ങൾ. ശത്രുക്കൾക്കെതിരെ ആയുധം സംഭരിച്ചു വെക്കാൻ ഖുർആന്റെ കൽപ്പനയാണ്. ആയുധം സംഭരിച്ചു വെച്ചാൽ ആയുധം നിങ്ങൾക്ക് ഫലപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് ഖുർആൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആയുധങ്ങൾക്ക് ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആലോചനകൾക്ക് ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുത്തഖീങ്ങളായിരിക്കണമെന്ന്. അതുപോലും ഭൗതികമായ വസ്തുക്കളിൽ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം മുടക്കിപ്പോകാതെ റബ്ബിലേക്ക് നേരിട്ട് ബന്ധപ്പെടാൻ, അള്ളാഹുവാണ് എന്നെ സഹായിക്കേണ്ടത്, അവനക്കാണ് എന്നെ സഹായിക്കാൻ കഴിയുന്നതെന്ന് ഉറച്ച് വിശ്വസിച്ച വിശ്വാസമുള്ള ഒരു വിശ്വാസിയാകാൻ അയാൾ മുത്തഖിയാകണമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പോയ സമയത്ത് സഹാബത്തിനെ ബദർ ശത്രുക്കളുടെ നേരെ വിട്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ടെന്റിലായിരുന്നത്. തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പേടിയായതുകൊണ്ടല്ല, മറിച്ച് സഹായം അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ചോദിച്ചു വാങ്ങാൻ അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ യോഗ്യൻ മുത്തുനബി ആയതുകൊണ്ടാണ്. ടെന്റിൽ പോയി ദുആയുടെ കടുപ്പം കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈകളൊന്ന് പിടിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ മതി, നിർത്ത്, ഇനി അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബ് നേരിട്ട് പടച്ചവനോട് ബന്ധപ്പെട്ടു. ആ വഴിയാ സഹായം വന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നാം ശത്രുക്കൾക്കെതിരെ സത്യവിശ്വാസികളോടൊപ്പം 3000-ഉം 5000-ഉം 7000-ഉം മലക്കുകളെ ഇറക്കി സഹായിച്ചു. സൂറത്തുൽ അൻഫാൽ വിശദമായി പറയുന്നുണ്ട്. അതിന്റെ കാരണം അല്ലാഹു പറയുന്നത് തങ്ങളുടെ ദുആ, തങ്ങളുടെ പ്രാർത്ഥന, തങ്ങളുടെ തഖ്വ, സഹാബത്തിന്റെ തഖ്വ, അവരുടെ ഗുണം. ഭൗതികമായ വസ്തുക്കളിലല്ല വിശ്വസിക്കുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ സഹായത്തിന് നമ്മള് റബ്ബിന്റെ സഹായം കിട്ടാൻ യോഗ്യരായ മാറൽ, അതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികളായ സമൂഹങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളെ പട്ടിണിക്കിടാനല്ല, വിശപ്പിക്കാനല്ല, ദാഹിപ്പിക്കാനല്ല, പ്രയാസപ്പെടുത്താനല്ല, കച്ചവടം മുടക്കാനല്ല, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ റബ്ബുമായി കണക്ഷൻ ഉള്ളവരാകാൻ, നഫ്സിനെ ഒതുക്കുന്നതിലൂടെ, പിശാചിനെ ചങ്ങലക്കിടുന്നതിലൂടെ ഒരു വിശ്വാസി സ്ഫുടം ചെയ്തെടുക്കപ്പെടാൻ, അവനെ മുത്തഖിയാക്കി മാറ്റാനുള്ള ഒരു പരിശീലന കളരി വെറും 24 ദിവസം മാത്രം ബാക്കിയുള്ളൂ സഹോദരൻ. 6 ദിവസം പോയത് എത്ര വേഗത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുക, എത്ര വേഗത്തിൽ 6 ദിവസം പോയി. ഇനി വളരെ പെട്ടെന്ന് അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ ശരിയായ തൗബയിലൂടെ ശരിയായ തഖ്വയിലേക്ക് വരിക, പാപകർമ്മങ്ങൾ വർജിക്കുന്നതിലൂടെ നന്മയിലേക്ക് മുന്നേറുക. എല്ലാ ദിവസവും ഒരു മലക്ക് ആകാശഭാഗത്ത് നിന്ന് ഇറങ്ങി വന്ന് ലോകത്തോട് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ചെയ്യാൻ വിചാരിക്കുന്നവനെ വാ, റമളാൻ ഏറ്റവും നല്ല സീസണാണ്. യാ ബാഗിയ ശർരി അദ്ബിർ,
അതേപോലെ മറ്റൊരു മലക്ക് ലോകത്തെ വിളിച്ചു പറയുമെന്നാണ്, തിന്മ ചെയ്യാൻ വിചാരിക്കുന്ന പാപി അടങ്ങ്, ഒതുങ്ങ്, നീ ഒന്ന് മാറ് എന്ന് പറയും. എല്ലാ ദിവസവും പറയും. ഉസ്താദുമാര് പറയുന്നത്, ഇമാമിങ്ങൾ പറയുന്നത് ഒന്നും കൂടാതെ മലക്കുകളെ നേരിട്ട് വിടാമ പറയിപ്പിക്കുകയാണ്. ഈ നന്മയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വാ, തിന്മയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരെ വിശുദ്ധ റമളാനിൽ നീ പുറകോട്ട് പോ, നീ നന്നാകൂ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് നേരിട്ട് ഒരു അറിയിപ്പുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം ഏർപ്പാടുകളാണ് മനുഷ്യൻ നന്നാകുന്നതിന് പ്രപഞ്ചനാഥൻ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഇതൊക്കെ ഉപയോഗപ്പെടുത്താത്തവരല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിഹീനൻ? ഇതൊക്കെ ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധി കെട്ടവൻ എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് മാത്രമല്ല, മരണത്തിന് മുമ്പുള്ള ജീവിതത്തിലും കൂടി റബ്ബിന്റെ സഹായം കിട്ടാൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ നേരിടുന്ന സർവ്വമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ, പടച്ചവനെ നിങ്ങൾ ശരിയായ നിലയിൽ വിശ്വസിക്കുകയും അവന്റെ കൽപ്പനകൾ യഥാവിധി ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. ഇന്ന് കോളങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറ്റവാളികളുടെ പേരുകൾ കൊണ്ടാണ്. സഹോദരങ്ങളെ, ഉമ്മത്തിൽ എന്തുമാത്രം പേരുകളാണ് കുറ്റവാളികളോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എത്ര ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത പാവങ്ങൾ എത്ര ലാഘവത്തോടെ മുസ്ലിം കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര സങ്കടകരമാണ്. നമ്മൾ വായിച്ച് തള്ളിയാൽ പോരാ, നാളെ എൻ്റെ വീട്ടിലും എൻ്റെ അയൽവക്കത്തും എൻ്റെ നാട്ടിലും ഇതൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒരു കലിയുഗത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അടുത്ത തലമുറ മാത്രമല്ല, നമ്മൾ അവർക്ക് മാതൃകകളായി, നാം അവർക്ക് തഖ്വ പകർന്നു കൊടുക്കുന്നവരായി, വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ, വസ്ത്രവും ഭക്ഷണവും കൊടുക്കുന്നത് പോലെ നാം അവർക്ക് യഥാർത്ഥ തഖ്വ പകർന്നു കൊടുക്കുന്നവരായി നാം മാറിയാലേ ഉള്ളൂ വരും തലമുറ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മാതാപിതാക്കൾ കരയേണ്ടി വരും, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികൾ കരയേണ്ടി വരും. അനുഭവിക്കേണ്ടി വരുമ്പോൾ കുറ്റവാളി മാത്രമല്ല, കുടുംബമാകെ അനുഭവിക്കേണ്ടി വരുന്നു, നാടാകെ അനുഭവിക്കേണ്ടി വരുന്നു. കുറ്റം കേൾക്കേണ്ടി വരുമ്പോൾ സമുദായം ഒന്നാകെ കുറ്റം കേൾക്കേണ്ടി വരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മളെ മാന്താനും ചൊറിയാനും പല ഇതര മതവിശ്വാസികളും ഇന്ന് സഹോദരങ്ങളെ ചട്ടകമായി ഉപയോഗിക്കുന്നത് നമ്മൾപ്പെടെ ചില കുട്ടികൾ. ഇന്ന പേരുള്ള കുട്ടി, ഇന്ന നാമമുള്ള കുട്ടി, ഇന്ന പിതാവിന്റെ പേരുള്ള കുട്ടി എന്ന് പറഞ്ഞ് നമ്മളെ മാന്താനും ചൊറിയാനും ധാരാളം പേര് മുമ്പോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ? നമ്മൾ അവരുടെ കയ്യിൽ ഒരു കളിപ്പാവി ഏകദേശം മാറിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു മരം വെട്ടുന്നതിന്, ഒരു കാടാക വെട്ടിത്തെളിക്കുന്നതിന് കൊടാലി ഉപയോഗിച്ചാൽ അതിനൊരു പിടിയുണ്ടാകും, അത് മരത്തിന്റെ കമ്പ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ആക്ഷേപിക്കാൻ, നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കൾ കോടാലി കൈയായി നമ്മൾ ചിലർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാരണം നമ്മളിൽ നിന്നും അവരിലേക്ക് തഖ്വ പകർന്നു കിട്ടുന്നില്ല. നമ്മൾ വെറും ചടങ്ങ് മുസ്ലിമായി മാറിയാൽ നമ്മുടെ താഴെയുള്ള തലമുറ ചടങ്ങ് ഇസ്ലാമവും പോലും ഇല്ലാത്ത വെറും ക്രൂരന്മാരായി, ആർക്കും വേണ്ടാത്തവരായി, ലോകത്തിന് തലവേദനയാകുന്നവരായി, ലോകത്തിന് ബാധ്യതയാകുന്നവരായി മാറും എന്നൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ നല്ല ഒരു അവസരം കുട്ടികളെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരിക, അവരെ നോമ്പ് വെക്കാൻ പരിശീലിപ്പിക്കുക, അവരുടെ തറാവീഹിന് അവരെ പങ്കെടുപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പെണ്ണാവട്ടെ ആണാവട്ടെ അവരെങ്ങനെ ജീവിച്ചോട്ടെ, നമുക്കിങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ സമാധാനം അധികം ഒന്നും കാലം ഉണ്ടാവുകയില്ല. പെട്ടെന്ന് അത് അസ്തമിച്ചു പോകുന്നൊരു യാഥാർത്ഥ്യമാണ്. മരീചിക പോലെ അത് മാറുമെന്നൊരു ഹക്കാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, റമളാൻ 24 ദിവസങ്ങൾക്കപ്പുറം ഒരിക്കലും ഉണ്ടാവൂല. ഏറിയാൽ 24 അല്ലെങ്കിൽ 23 ദിവസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അടുത്ത വർഷത്തെ റമളാനെ ആരെങ്കിലും സ്വപ്നം കണ്ടിരിക്കണ്ട. അങ്ങനെ സ്വപ്നം കണ്ട പലരുടെ മേത്ത് നാം മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേത്ത് അടുത്ത വർഷത്തിന് മുമ്പ് ആരും മണ്ണിടുമെന്ന് റബ്ബിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. കിട്ടിയ അവസരം ഉപയോഗിക്കലാണ് ബുദ്ധി, കിട്ടാൻ പോകുന്ന അവസരം കാത്തിരിക്കാനല്ല ബുദ്ധി എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 1-2 പേർക്ക് ദുആ പറഞ്ഞിട്ടുണ്ട്. പിരിവിന്റെ കാര്യം പ്രത്യേക